തലച്ചോറിൽ സ്റ്റിമോസീവർ ഘടിപ്പിച്ചുള്ള ചികിത്സയിലൂടെ രോഗലക്ഷണം കുറയുന്ന ഡെൽഗാഡോയുടെ രോഗികൾക്ക് ആശുപത്രി വിടാം. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് ഉത്തേജനത്തിനായും സ്റ്റിമോസീവറിന്റെ പരിശോധനയ്ക്കായും മറ്റും വന്നാൽ മതിയാകും. എന്നാൽ സ്റ്റിമോസീവർ ഘടിപ്പിച്ച ചിലർ ആശുപത്രി വിടുമ്പോൾ താൻ അവർക്ക് റിമോട്ടുകൾ കൊടുത്തുവിടാറുണ്ടായിരുന്നുവെന്നും അതിനാൽ തന്നെ ഉത്തേജനം ആവശ്യമെന്ന് തോന്നിയാൽ അവർക്ക് സ്വയം സ്വിച്ചുകൾ നിയന്ത്രിച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു എന്നുമൊക്കെ ഡെൽഗാഡോ പറഞ്ഞിരുന്നു. ഈ ലോകത്ത് ആകപ്പാടെ ഒരു ജീവിതമേ ഉള്ളൂ. ഉള്ള ജീവിതം എന്ത് ചെയ്തിട്ടാണെങ്കിലും ഹാപ്പിയായി ജീവിക്കണമെന്ന ആശയം കൊണ്ട് നടക്കുന്നവരും തങ്ങൾ അനുഭവിക്കുന്ന തീവ്ര ദുഃഖത്തിൽ നിന്ന് കരകയറി സന്തോഷത്തിലേക്ക് എത്താൻ ഒരു സ്വിച്ച് അമർത്തിയാൽ മതി എന്നുമൊക്കെ അറിയുന്നവർ ഒരുപക്ഷെ ഈ ഹാപ്പിനെസ് സ്വിച്ച് തേടി പോയേക്കാം. എന്നാൽ സ്റ്റിമോസീവർ പോലെയുള്ള ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നവർ കൊടുക്കേണ്ട വില വളരെ വലുതാണ്. വിലയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പണമല്ല എന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. തന്റെ പരീക്ഷണങ്ങളിൽ സ്റ്റിമോസീവർ മസ്തിഷ്കത്തിൽ ഘടിപ്പിച്ച ഒരു വ്യക്തിയോട് കൈപ്പത്തി തുറന്ന് വിരലുകൾ നീട്ടിവയ്ക്കാൻ ശ്രമിക്കണമെന്ന് ഡെൽഗാഡോ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ ഇച്ഛ കൊണ്ട് കൈപ്പത്തി തുറന്ന് വിരലുകൾ നീട്ടിപ്പിടിക്കാൻ അയാൾ ശ്രമിച്ചപ്പോൾ തന്റെ വിരലുകൾ ചുരുണ്ട് കൈ അടഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് അയാൾക്കുണ്ടായത്. തന്റെ ഇച്ഛയ്ക്കൊത്ത് വിരലുകൾ നീട്ടിപ്പിടിക്കാൻ കഴിയാഞ്ഞതിന്റെ പരിഭവത്തിൽ അയാൾ ഡെൽഗാഡോയോട് ഡോക്ടർ, നിങ്ങളുടെ വൈദ്യുതി എന്റെ ഇച്ഛയേക്കാൾ ശക്തമാണെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് പറഞ്ഞു. അയാൾ തന്റെ വിരലുകൾ നീട്ടിപ്പിടിക്കാൻ ഇച്ഛിച്ചപ്പോൾ അയാളുടെ തലച്ചോറിൽ മോട്ടോർ കോർട്ടക്സിന്റെ ഭാഗത്ത് വിരലുകൾ നീട്ടി നിർത്താൻ പാകത്തിന് വൈദ്യുതി ഉണ്ടായിയെങ്കിലും ആ വൈദ്യുതിയേക്കാൾ തീവ്രതയിലുള്ള വൈദ്യുതി വിരലുകൾ ചുരുട്ടാനായി അയാളുടെ മോട്ടോർ കോർട്ടക്സിന്റെ ഭാഗത്ത് ഡെൽഗാഡോ കൃത്രിമമായി നൽകിയതിനാലാണ് അയാൾക്ക് അയാളുടെ ഇച്ഛ കൊണ്ട് വിരലുകൾ നീട്ടിപ്പിടിക്കാൻ കഴിയാതിരുന്നത്. സ്വതന്ത്ര ഇച്ഛ തലച്ചോറിൽ ഉണ്ടാക്കുന്ന വൈദ്യുതിയേക്കാൾ തീവ്രതയിലുള്ള വൈദ്യുതി കൃത്രിമമായി നൽകാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മസ്തിഷ്കത്തിന്റെ നേരിട്ടുള്ള കൃത്രിമത്വത്തിനെതിരെ വ്യക്തി പ്രതിരോധമില്ലാത്തവനാണെന്ന് ഡെൽഗാഡോയ്ക്ക് ബോധ്യപ്പെട്ടു. അതായത് ഏതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങളുടെ തലച്ചോറിൽ വൈദ്യുതി ഉത്തേജനം നൽകിക്കൊണ്ട് ആരെങ്കിലും നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഇച്ഛിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ നിയന്ത്രണം അയാളുടെ കൈകളിൽ ആയിരിക്കുമെന്ന് സാരം. മനുഷ്യരിൽ ഉല്ലാസവും സന്തോഷവും ചിരിയും സൗഹൃദവും ശാന്തതയും പോലെയുള്ള വികാരങ്ങൾ റിമോട്ടുകൾ കൊണ്ട് ഉളവാക്കിയ ഡെൽഗാഡോ പിന്നീട് തന്റെ സ്റ്റിമോസീവറും റിമോട്ടുകളും കൊണ്ട് മനുഷ്യരിൽ തീവ്രമായ ലൈംഗിക ചിന്തകളും കാമവും ക്രോധവും വൈരാഗ്യബുദ്ധിയും അക്രമവാസനയും വിഷാദവും ഉത്കണ്ഠയും പോലെയുള്ള അവസ്ഥകൾ ഉളവാക്കി. ഗിറ്റാർ വായിക്കുകയും ഉത്സാഹത്തോടെയും വൈദഗ്ധ്യത്തോടെയും പാടുകയും ചെയ്തുകൊണ്ടിരുന്ന തന്റെ രോഗിയുടെ നേർക്ക് ഡെൽഗാഡോ റിമോട്ട് ചൂണ്ടിക്കൊണ്ട് 1.2 മില്ലി ആംപിയർ വൈദ്യുതി അയച്ചു. അതിനെ തുടർന്ന് ഉത്തേജനത്തിന്റെ 7ാമത്തെ സെക്കൻഡിൽ അവൾ ഗിറ്റാർ വലിച്ചെറിയുകയും രോഷത്തോടെ മതിലിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു. തുടർന്ന് കുറച്ചു മിനിറ്റ് തറയിൽ ചുറ്റി നടന്നതിന് ശേഷം അവൾ ക്രമേണ നിശബ്ദയാവുകയും അവളുടെ പതിവ് സന്തോഷകരമായ പെരുമാറ്റം പുനരാരംഭിക്കുകയും ചെയ്തു.